ശേഷമാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എനിക്ക് കാണാൻ പറ്റുമല്ലോ. അതിൽ അയാളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് എഴുതുന്നത്. എന്നു പറഞ്ഞാൽ ഞാൻ എഴുതിയ ഇപ്പൊ ഈ ഇരിക്കുന്ന മലയാളത്തിലെ ഹാസ്യ മാസികകളാണ്. ഇതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് 250 പാരഡി ഗാനങ്ങൾ ഈ വിവിധ പ്രത്യേകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പാരഡി പാടുന്നവർ ധാരാളം ഉണ്ടാകും, പാരഡി എഴുതുന്നവരുണ്ടാകും. പക്ഷേ എഴുതിയ പാരഡി ഗാനങ്ങൾ മുഴുവൻ പ്രസിദ്ധീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാള് ആക്കിയിട്ടില്ല. എങ്കിലും പാരഡി എന്ന പേരില് അതിന് പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാശ്ചാത്യന്റെ ഒരു 1-2 പാരഡി മറ്റു ആളുകൾ കഴിച്ചിട്ടില്ലാതെ പാരഡി സാഹിത്യത്തിൽ കണ്ടാകാനുണ്ട്. ധാരാളം പാരഡി ഗാനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യസ്തത വരുമ്പോൾ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ പാരഡി, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില പാട്ടുകളൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. അതിലൊരു പാട്ടിന്റെ 4 പേര് മതിയല്ലോ അല്ലേ? അഴകിയ രാവണൻ എന്ന സിനിമയില് പ്രണയമണിത്തൂവൽ കൊഴിയും കവിതമഴ മഴവിൽ കൊടി അഴകു വിടർത്തിയ വർണ്ണമഴ. ഗാനത്തിൽ ഞാൻ ഈ വടകളെ കുറിച്ചൊരു പാട്ട് എഴുതുന്നുണ്ട്. അത് ഈ കുട്ടികൾക്ക് സ്കൂളുകളിലൊക്കെ പ്രസംഗിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് പാടുന്ന കുട്ടികൾ വളരെ സന്തോഷിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൊതിതീരെ തിന്നാൻ നല്ലത് പരിപ്പുവട, അതിലും രുചിയുള്ളത് നമ്മുടെ ഉഴുന്നുവട, തീരാത്ത മോഹമീവട ആരും കൊതിക്കുമീവട, തീരാത്ത മോഹമീവട ആരും കൊതിക്കുമീവട, ആദ്യാവസാനമീവട, കൊതിതീരെ തിന്നാൻ നല്ലത് പരിപ്പുവട, സത്കാരമേകാൻ സത്കാവട. പക്ഷെ ഈ പാട്ട് പ്രായമുള്ളവർ ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാൻ ചെറിയ ചേഞ്ച് കൊടുക്കാറുണ്ട്. സൽക്കാരമേകാൻ സത്കാവട, സന്യാസിമാർക്ക് കടുക്കാവട, ഉള്ളം കുളിർപ്പിക്കും ഉള്ളിവട, വെള്ളം കുടിപ്പിക്കും കാരാവട, കാശു കീശയിൽ വേണ്ടുവേളമുണ്ടെങ്കിൽ പോകാമെട, നാട്ടിലെല്ലായിടത്തു നിന്നുണ്ട് തുറന്ന തട്ടുകട, വടവട. അതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട്. പിന്നെ ചിന്ന ചിന്ന ആശയങ്ങളുള്ള ഗാനത്തിന്റെ ഇടത്തില് ചിന്ന ചിന്ന ദോശை കൊതിയുടക്കും ദോശை ചുട്ടെടുക്കും ദോശை വട്ടമൊത്ത ദോശை ചട്നിയത് കൂട്ടി തട്ടിലിടും ദോശை എന്ത് നല്ല ദോശை തട്ടുകട ദോശை എന്തിനും എഴുതുന്നത്. छोटे छोटे डोसे स्वादिष्ट डोसे चाहते हैं डोसे चावल के डोसे चटनी के साथ अच्छा लगता है ये सुंदर डोसे ये प्यारे डोसे छोटे छोटे डोसे. തെലുങ്കിൽ തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. എല്ലാ ഭാഷയായിട്ടും പരിമിതമായിട്ടുള്ള അത്രേ ഉള്ളൂ. പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ്. അത് സിനിമാകാരങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയ തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്റെ ഹോബി എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പലരും തന്നെ ഒരു തമാശയുടെ ലെവലാണ് അറിയുന്നെങ്കിലും അതിനപ്പുറത്ത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മലയാളത്തിൽ ഒരു സിനിമയുടെ കാര്യം എടുക്കുക. ഓരോ സിനിമയ്ക്കും സിനിമയുടെ ചരിത്രത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ ഇതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇത് ആളുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 വർഷത്തോളം അന്ന് മലയാളത്തിലെ ഏറ്റവും അഭിചാരമായ ഒരു സിനിമാ പ്രസിദ്ധീകരണം കലാകർമ്മയുടെ ഫിലിം മാഗസിനിൽ ഞാനത് 2.5 വർഷത്തോളം സീരിയലൈസ് ചെയ്തു. ബാലൻ മുതൽ ഓടയിൽ വരെയുള്ള ഇറങ്ങിയിട്ടുള്ള ഒരു 10-120 സിനിമകളുടെ പൂർണ്ണമായ കഥാകാരം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലേഖന പരമ്പര ഞാൻ സീരിയലൈസ് ചെയ്തിരുന്നു. അത് പിൽക്കാലത്ത് ഈ സിനിമാ പ്രേമികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഈ സിനിമ ചരിത്രം എഴുതാൻ പാഠപുസ്തകങ്ങളെ കുറിച്ച് വളരെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ പാഠപുസ്തകം എന്ന് പറയുന്നതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളില്ല. കാരണം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച ആൾക്കാരുടെ പൂർണ്ണമായിട്ടുള്ള പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു ഇത് പറയാം. പിന്നെ ഒരേ പേരില് പിന്നെ 1-2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വളരെ അറിയാമെന്ന് അറിയില്ല. ഇത് സുബ്രഹ്മണ്യ സംവിധാനം ചെയ്ത ഗുരുവായൂരപ്പൻ, ഇത് എസ് രാമനാഥൻ സംവിധാനം ചെയ്ത് ഗുരുവായൂരപ്പൻ. അതുപോലെ തന്നെ അമ്മായി അമ്മ എന്ന് പറയുന്നത് 1-2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിന് അമ്മായിയും ഇറങ്ങി, അതിനു മുമ്പ് അമ്മായിയും ഇറങ്ങിയിട്ടുണ്ട്. അമ്മ എന്നുള്ള പേരിൽ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനും സിനിമ തീർച്ചയായിട്ടും
എന്നെപ്പോലെ ഏറ്റവും പഴയ പാട്ട് ഇതുകൊണ്ട് നമ്മൾ അറിയാതെ പഴയ കാലത്തേക്ക് ഈ പഴയ സിനിമ പാട്ട് പുസ്തകങ്ങൾ കാണുമ്പോൾ അന്ന് ആ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ കുട്ടിയായിരിക്കുമ്പോൾ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മൾ ഈ നമുക്ക് എനിക്ക് പ്രേമിച്ച കാലത്ത് അല്ലെങ്കിൽ പ്രേമ നൈരാശ്യത്തിന്റെ കാലം ഒക്കെ തന്നെ ഈ പാട്ടുകളിൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പൊ അതുകൊണ്ട് കാണിക്കുക അതിപ്പോ സിന്ദൂരിപ്പ് എന്നുള്ള ആ പാട്ടുപുസ്തകം കാണുമ്പോൾ എന്റെ ഓർമ്മ തോന്നിയ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ എന്റെ ഒരു പ്രേമ നൈരാശ്യത്തിന്റെ കാലഘട്ടം ഇതൊക്കെ ഓർമ്മ വരുന്നത്. അതിന് രമണൻ എന്ന കവിസമാനം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു സ്ഥലത്തിലാണെന്ന് എനിക്ക് പറയാനുണ്ടായി. അല്ല അത് ചെയ്തു കഴിഞ്ഞു പന്ത്രണ്ട് വരുന്നതാണ്. കാനന ഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. May I also come with you, my darling, in the shades of the forest worshipping. No, 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 my dear, we shall not do anything by totally forgetting us.